പോലീസടുത്തെ ട്രാക്ക് മാറ്റി. സോ ഫ്രണ്ട്സ്, മാരാക്യാറ്റ്സിൻ്റെ ഫസ്റ്റത്തെ ട്യൂട്ടോറിയൽ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷെയ്ഡിങ് ടെക്നിക്സ് ആണ്. അതായത് ഫസ്റ്റത്തെ 3 ബാക്ക് ആൻഡ് ഫോർത്ത്, ഹാച്ചിങ്, ക്രോസ് ഹാച്ചിങ് എല്ലാം പെൻസിൽസിൽ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പെൻസിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി ഉണ്ടാകണം സ്റ്റിപ്ലിങ്ങും സ്കംബ്ലിങ്ങും നമ്മൾ പെന്നാർട്ടിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ടെക്നിക്കൽ പെൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യാണ്, ക്രിസ്റ്റോടെ. ഇവിടെ നമ്മൾ 5 ബോക്സസ്, 5 to 10 ബോക്സസ് ഉണ്ട്. ഫസ്റ്റ് ബോക്സ് ലൈറ്റും സെക്കൻഡ് ബോക്സ് ഡാർക്ക് വാല്യൂസും നമ്മൾ ചെയ്യാൻ പോകും. സോ ലൈറ്റ് ടു ഡാർക്ക് എന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. Let's begin. സോ ബാക്ക് ആൻഡ് ഫോർത്ത് ടെക്നിക്കിൽ നമ്മൾ 2 ബോക്സ് വെച്ചിട്ടുണ്ട്. അതായത് ഒരെണ്ണം ലൈറ്റ് ടു ഡാർക്കിലാണ് ചെയ്യുന്നത്. ലൈറ്റ് ബോക്സ് ഫസ്റ്റിലെ ബോക്സ് ലൈറ്റിലും സെക്കൻഡ് ബോക്സ് ഡാർക്കുമായിട്ടും. ബാക്ക് ആൻഡ് ഫോർത്ത് ടെക്നിക്ക് എന്ന് വെച്ചാൽ നമ്മൾ പെൻസില് ഒരു ലൈറ്റ് പ്രഷറിൽ പിടിച്ച് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ പോലെ ചെറുപ്പം തൊട്ടേ ചെയ്യുന്ന ഷെയ്ഡിങ് പ്രോസസ് ആണിത്. സോ ബാക്ക് ആൻഡ് ഫോർത്ത് ടെക്നിക്ക് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇവിടെ HB പെൻസിൽ വെച്ചാണ് ചെയ്യുന്നത്. കൂടുതൽ ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഡാർക്ക് ബോക്സിലേക്ക് വേണ്ടി ഞാനൊരു 6B പെൻസിലാണ് യൂസ് ചെയ്തുകൊണ്ട് സെയിം ആയിട്ട് തന്നെ ഒരു കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ബാക്ക് ആൻഡ് ഫോർത്ത് ടെക്നിക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് പറയുമ്പോൾ ഇത്രയുള്ള സുഖമായിട്ട് സിമ്പിളായിട്ട് നമ്മൾ പഴയ പോലെ ചെയ്യണം പോലെ പെൻസിലിൽ പിടിച്ച് ഫ്രണ്ടിലേക്കും മുന്നിലേക്കായിട്ട് നമ്മൾ റബ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാച്ചിങ് ആണ്. ഹാച്ചിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ലൈൻസ് വെച്ചിട്ടാണ് ഹാച്ചിങ് ചെയ്യുക. അതായത് നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടാണ് ലൈൻസ് വരയ്ക്കുക. ആ ലൈൻസിൽ തിക്നെസ് നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്തിൽ ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ കൂടുതൽ ലെയേഴ്സ് ആഡ് ചെയ്യാണ്. ഹാച്ചിങ്ങിൽ എങ്ങനെ വെച്ചാൽ ആ ലൈൻസ് നമ്മളുടെ വിട്ടാണ് ഡാർക്ക്നെസ് ശരിക്കും പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാർക്ക് ബോക്സിൽ എങ്ങനെ വെച്ചതല്ല ഹാച്ചിങ് ചെയ്ത് നമ്മൾ വീണ്ടും ആ വരുന്ന ഗ്യാപ്പിൽ ലൈൻസ് വീണ്ടും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ലൈൻസ് നമ്മളുടെ ഗ്യാപ്പ് കുറയ്ക്കുമ്പോഴാണ് നമ്മളവിടെ ഹാർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് കൊണ്ടുവരുന്നത്. ഡെപ്ത് പറയുമ്പോൾ ആ ഒരു ഡാർക്ക് വാല്യൂ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാച്ചിങ്ങിലൂടെ. ഹാച്ചിങ് ടെക്നിക്ക് പറഞ്ഞാൽ ഹാച്ചിങ് തന്നെയാണ്. അതായത് ഹാച്ചിങ്ങിൽ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് ലൈൻസ് ആഡ് ചെയ്തത്. ക്രോസ് ഹാച്ചിങ് എന്ന് പറയുമ്പോൾ ആ ആഡ് ചെയ്ത ലൈൻസിൻ്റെ മുകളിൽ ഒരു ലെയർ ഓപ്പോസിറ്റ് ലെയർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നേരെ ഓപ്പോസിറ്റ് ക്രിസ് ക്രോസ് പോലെ. അതാണ് ക്രോസ് ഹാച്ചിങ് എന്നുള്ള നെയിം വന്നത്. ഹാച്ചിങ് തന്നെയാണ്. അതായത് നമ്മൾ ഒരു ലെയർ ഡയറക്റ്റ്ലി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യും, അത്രയുള്ള കാര്യം. ക്രോസ് ഹാച്ചിങ് നമ്മൾ ഹാച്ചിങ് ചെയ്തപ്പോൾ തന്നെ എവിടെയാണോ ഗ്യാപ്പ് വരുന്ന ലൈൻസ് അവിടെ കൂടുതൽ ഡാർക്ക്നെസ് ആഡ് ചെയ്യുക, അതായത് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രോസ് ഹാച്ചിങ്ങിലത്തെ ഡാർക്ക് വാല്യൂസ് കിട്ടുന്നതാണ്. സ്റ്റിപ്ലിംഗ് ആണ്. സ്റ്റിപ്ലിങ്ങും സ്കബ്ലിങ്ങും എങ്ങനെ വെച്ചാൽ സ്റ്റിപ്ലിങ്ങും സ്കംബ്ലിങ്ങും അല്ലെങ്കിൽ സ്ക്രിബ്ലിംഗ്. സ്റ്റിപ്ലിംഗ് സ്കംബ്ലിംഗ് കൂടുതൽ എന്ത് പെന്നാപ്പിളാണ്. അതുകൊണ്ട് ഞാൻ ഒരു ടെക്നിക്കൽ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റിപ്ലിംഗ് ഡോട്ട് ആർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ്. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഡോട്ട്സ് ആണ് വെക്കുന്നത്. ഡോട്ട്സ് അവിടെ ഇവിടെയും വെക്കുന്നത്. ഇത് ഡോട്ട്സ് എത്രയും ഒരു ഏരിയയിൽ നമ്പർ ഓഫ് ഡോട്ട്സ് ആണ് ആ ഡാർക്ക് വാല്യൂ നമ്മൾ അല്ലെങ്കിൽ ആ ഡെപ്ത് ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ലൈറ്റ് ബോക്സിൽ ഞാൻ കുറച്ച് ഡോട്ട് അവിടെ ഇവിടെ ഇട്ട് വെച്ചോളുന്നത്. സ്റ്റിപ്ലിങ്ങിൻ്റെ ഡാർക്ക് ഏരിയ വരുന്ന ബോക്സിൽ നമ്മൾ കൂടുതൽ ഡോട്ട്സ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ എവിടേക്കാണോ ഡാർക്ക് വാല്യൂസ് നമുക്ക് വേണ്ടത് അവിടുത്തെ നമ്പർ ഓഫ് ഡോട്ട്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. സ്റ്റിപ്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡോട്ടിൻ്റെ ഓവർലാപ്പിംഗ് പോലെ ലൈൻസ് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ ഒരു ഡോട്ടിൻ്റെ മുകളിൽ വേറെ ഡോട്ട് വയ്ക്കാൻ പാടില്ല. കാരണം അത് വൃത്തികേടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ നമ്പർ ഓഫ് ഡോട്ട്സ് എവിടെയാണ് ഗ്യാപ്പ് വരുന്നത് അവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കംബ്ലിംഗ് ആണ്. സ്കംബ്ലിങ്ങിനെ വെച്ചാൽ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യാൻ പ്രോസസ്സാണ്. അതായത് നമ്മൾ സ്ക്രിബിൾ ചെയ്യാണ് ലൈൻസ് അൺഈവൺ ആയിട്ട് എവിടെ വെച്ച് നമ്മൾ സ്ക്രിബിൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ലൈറ്റ് വാല്യൂം ഡാർക്ക് വാല്യൂം നമ്മൾ
ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ എവിടെയാണോ ചെയ്യുന്നതാണ്. അതായത് ലൈറ്റ് ആവുന്നിടത്ത് കുറച്ച് ലൈൻസ് മാത്രം ആഡ് ചെയ്യുക, ഡാർക്ക് ഏരിയസ് വരുന്നിടത്ത് ഓവർലാപ്പിംഗ് ലൈൻസ് നമുക്ക് സുഖമായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 5 ബേസിക് ഷെയ്ഡിങ് ടെക്നിക്സ്: ബാക്ക് ആൻഡ് ഫോർത്ത്, ഹാച്ചിങ്, ക്രോസ് ഹാച്ചിങ്, സ്റ്റിപ്ലിംഗ് ആൻഡ് സ്കംബ്ലിംഗ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കണ്ടന്റുമായി നമുക്ക് കാണാം.